What is the quorum? Quorum of Lok Sabha, quorum of Rajya Sabha. Quorum means minimum എത്ര മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഒരു വാലിഡ് മീറ്റിംഗ് നടക്കത്തുള്ളൂ. Quorum is minimum members to be present to hold a valid meeting. That is called quorum. Quorum means minimum members to be present to hold a valid meeting. 550 പേരിൽ 5 പേര് വന്നുണ്ടെങ്കിൽ അതിന് പാർലമെന്റ് മീറ്റിംഗ് കൂടാൻ പറ്റത്തില്ല. മിനിമം എത്ര പേര് വേണം? അടുത്ത quorum 10% of the members of the Lok Sabha. Quorum of the Lok Sabha is 10%. That is 55. Quorum of Rajya Sabha is also 10%. 25 is the quorum. Rajya Sabha's quorum is 25. Lok Sabha's quorum is 55. Rajya Sabha's quorum is 25. ഇനി സ്റ്റേറ്റ് അസംബ്ലിയുടെ quorum. ഇതിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞു പോകുന്നത് സ്റ്റേറ്റ് അസംബ്ലിയുടെ quorum ചോദിച്ചാലോ നമ്മൾ കേസല്ലേ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട quorum of a സ്റ്റേറ്റ് അസംബ്ലി 1/10 പറഞ്ഞാൽ പറ്റത്തില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം സിക്കിമിൽ ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്. സിക്കിലെ മെമ്പേഴ്സ് ആകെ ഉള്ളത് 32 പേരാണ് സിക്കിമിലുള്ളത്. 1/10 എന്ന് പറഞ്ഞാൽ 3 പേര് വന്നാൽ ബില്ല് പാസ്സാക്കാം. അത് പാടില്ല. അല്ലെ ഗോവയിൽ 40 പേരാണ്, 4 പേര് വന്നാൽ ബില്ല് പാസ്സാക്കാം. അതുകൊണ്ട് സ്റ്റേറ്റിന് റൂൾ എന്ന് വെച്ചാൽ quorum is 1/10 or 10 whichever is greater. 1/10 അല്ലെങ്കിൽ 10 whichever is greater. അപ്പോൾ ഏത് അസംബ്ലിയിലും ഏത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റിലും quorum is 1/10 or 10 whichever is greater. 1/10 or 10 whichever is greater. Hope it is clear. Quorum means എത്ര മിനിമം. അപ്പോൾ കേരള ലോക്സഭ കൂടുന്നു. ലോക്സഭ കൂടി ക്വസ്റ്റ്യൻ ഓർഡർ കഴിഞ്ഞു. കുറച്ച് നോക്കിയപ്പോഴാണ് ബില്ല് വോട്ടിടാൻ പോകുന്നത്. ബില്ല് വോട്ടിടാൻ നോക്കുമ്പോൾ സ്പീക്കർ എണ്ണി നോക്കണം എത്ര പേരുണ്ട്. നോക്കിയപ്പോൾ ആകെ 50 പേരേ ഉള്ളൂ. ബില്ല് വോട്ടിടാൻ പറ്റത്തില്ല, കോറമില്ല. ഒന്നിൽ തൽക്കാലം സഭ നിർത്തി വയ്ക്കുക, അല്ലെങ്കിൽ സ്പീക്കർ എന്ത് ചെയ്യും? പാർലമെൻറ്റിൽ ഒരു ബെല്ലുണ്ട്, ബെല്ലടിക്കുമ്പം റെസ്റ്റോറൻറ്റിലും വെളിയിലൊക്കെ ഇറങ്ങി കിടക്കുന്ന എംപിമാരെല്ലാം ഓടി റൂമിൽ വരും. അപ്പോൾ 55 പേരാവും വോട്ടിങ്ങിനിടാം. അപ്പോൾ 55 പേരില്ലാതെ ലോക്സഭയിൽ ഒരു ബില്ലും വോട്ടിടാൻ പറ്റും. ദാറ്റ് ഇസ് കോൾഡ് quorum of ലോക്സഭ. ലോക്സഭാസ് quorum is 55 and Rajya quorum is 25. Assembly and Council quorum is only 1/10 or 10 whichever is greater. That point also you must remember. Then another important thing, powers of Indian Parliament. We have to study the powers of Indian Parliament. Indian Parliament's power. അല്ല, സ്പീക്കറുടെ പെർമിഷൻ മതി. സ്പീക്കറുടെ പെർമിഷൻ അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. പ്രസിഡന്റ് പെർമിഷൻ വേണ്ട ബില്ലാണ്. നേരത്തെ പ്രസിഡന്റിനെ അറിയിച്ച് പ്രസിഡന്റ് പെർമിഷൻ വേണം. ഇത് സ്പീക്കറുടെ എല്ലാ ബില്ലും വേണ്ട. മണി ബില്ലിന് മാത്രമേ, അല്ലെങ്കിൽ ഒരു റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റിനെ റീഓർഗനൈസ് ചെയ്യണമെങ്കിൽ ബില്ല് പ്രസിഡന്റിന്റെ പെർമിഷനോടെ അവതരിപ്പിക്കാൻ പറ്റും. ബാക്കി ആർക്കും ഏത് ബില്ലും അവതരിപ്പിക്കും. അതൊരു വെറും ഫോർമാലിറ്റിയാണ്. ഞാൻ ബില്ല് അവതരിപ്പിക്കുന്നു. പക്ഷേ മജോറിറ്റി മെമ്പേഴ്സ് സംബന്ധിച്ചാൽ ബില്ല് അവതരിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഗവൺമെൻറ് ഏത് ബില്ലും അവതരിപ്പിക്കാം എന്ന് വെച്ചാൽ അത് അനുവദിക്കും. പ്രതിപക്ഷം അവതരിപ്പിക്കുന്ന ബില്ല് വേണമെങ്കിൽ അവർക്ക് എതിർക്കാം. അപ്പം പവേഴ്സ് ഓഫ് ഇന്ത്യൻ പാർലമെൻറ്റ്, നമ്മുടെ പാർലമെൻറ്റ് പവർ പഠിക്കുക. നമ്മൾ ഒന്ന് പാർലമെൻറ്റ് പവേഴ്സ് എന്തെല്ലാമാണെന്ന് പഠിക്കുക. 2 ഹൗസും കൂടെ എന്തെല്ലാം ചെയ്യാം. പിന്നെ ലോക്സഭയ്ക്ക് മാത്രമുള്ള ചില പവേഴ്സ്, രാജ്യസഭയ്ക്ക് മാത്രമുള്ള ചില പവേഴ്സ്, ചിലയിടത്ത് 2 പേർക്ക് ഒരേ പവർ. ഇതെല്ലാം പ്രത്യേകം പഠിക്കേണ്ടതാണ്. ആദ്യം നമ്മൾ പവർ ഓഫ് ഇന്ത്യൻ പാർലമെൻറ്റ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് ഇന്ത്യൻ പാർലമെൻറ്റ്. വാട്ട് ആർ ദ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഇന്ത്യൻ പാർലമെൻറ്റ്? ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്താണ് പാർലമെൻറ്റ്? മേക്കിംഗ് ഓഫ് ലോ. അതിന് പറയുന്നത് ലെജിസ്ലേഷൻ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പവർ ഓഫ് ദ പാർലമെൻറ്റ് ഈസ് ലെജിസ്ലേഷൻ. Legislation is the most important power. Legislation means making law. Law making ആണ്. ഇതുവരെ എത്ര ലോ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ആർക്കും അറിയത്തില്ല. പാർലമെൻറ്റ് ഒരു 10, 2000, 3000 ലോസ് ഉണ്ടായി കാണും. ഒരു ലോ ബുക്ക് ഷോപ്പിൽ പോയാൽ നോക്കുക എത്ര ലോ ബുക്ക് ഉണ്ടെന്ന് നമുക്കറിയത്. ചില 5 പേജ് കാണത്തുള്ളൂ, ചില 50 പേജ് കാണും. ലോ ഈസ് മെയ്ഡ് ബൈ ദ പാർലമെൻറ്റ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പവർ. ഇത് ലോ ഉണ്ടാക്കുക മാത്രമല്ല, അമെൻഡിങ് ലോ, ദാറ്റ് ഈസ് ഓൾസോ പവർ. അമെൻമെൻറ്റ് ഓഫ് ലോ. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ സിറ്റിസൺഷിപ്പ് ആക്ട് അമെൻഡ് ചെയ്യുന്നു, മോട്ടോർ വെഹിക്കിൾ ആക്ട് അമെൻഡ് ചെയ്യുന്നു. അമെൻമെൻറ്റ് ഈസ് ഓൾസോ മെയ്ഡ് ബൈ ദ പാർലമെൻറ്റ്. ലോ മേക്കിൻ്റെ പവർ കൂടുന്നുണ്ട് അമെൻമെൻറ്റ്. പിന്നെ വേറൊരു പവറുണ്ട്, റിപ്പീൽ എന്ന് പറയും. റിപ്പീൽ എ ബിൽ, REPEAL. റിപ്പീൽ എന്ന് വെച്ചാൽ ഒരു ബില്ല് ലോ വേണ്ടെന്ന് വെക്കാം. പഴയ ഓൾഡ് ലോ നമുക്ക് പറയാം ഇനി മുതൽ അത് വാലിഡ് അല്ല. വി ക്യാൻ ഡിക്ലെയർ ദാറ്റ് ലോ ഈസ് റിപ്പീൽഡ്. റിപ്പീൽ ചെയ്യാനുള്ള അവകാശം. ഇപ്പം പല ലോസും, ഇന്ത്യയിലെ പല ലോസിൻ്റെ പ്രത്യേകത വെരി ഓൾഡ് ലോസ്.
സമയത്തിന് ഒട്ടും പറ്റിയതല്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ക്രിമിനൽ ലോ ഏതാണ്? ഇന്ത്യൻ പീനൽ കോഡ്. അത് എത്ര കൊല്ലം പഴക്കമുള്ള അറിയാമോ? 160 കൊല്ലം പഴക്കമുള്ള ഇന്ത്യൻ പീനൽ കോഡ്. അതുണ്ടാക്കി 1860-ലാണ്. 2020 ആ ലോ ആണ് നമ്മൾ കൊണ്ടുപോകുക. അതിലെ പല ലോസ് ഔട്ട്ഡേറ്റഡ് റൂൾസാണ്. അതൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു പോയി. അതുപോലെ ചില ലോസ് കൊണ്ട് നടപ്പിലാക്കുന്നേ ഇല്ല. അത് വേണമെങ്കിൽ നമുക്ക് റിപ്പീൽ ചെയ്യാം. അതിനാണ് പവർ ടു മേക്ക് ലോ, amend the existing law, repealing the law. That is the power of the parliament. That is called legislation. Second is control the executive. Second power of the parliament is to control the executive. Executive is controlled by the parliament. Parliament controls the executive. Government is controlling the parliament. Government is controlled by the parliament. Here you must remember, government must always have a majority in the Lok Sabha. Parliament is responsible എന്ന് പറഞ്ഞാലും government is responsible to the Lok Sabha. Government must always have a majority. നരേന്ദ്രമോദി ഗവൺമെൻറ് ലോക്സഭയിൽ എപ്പോഴും മജോറിറ്റി ഉണ്ടായിരിക്കണം. ഗവൺമെൻറ് ഉണ്ടാക്കുമ്പോൾ മാത്രം പോരാ, 5 കൊല്ലവും ആ മജോറിറ്റി റീറ്റെയിൻ ചെയ്യണം. Whenever he loses majority, he must resign. That is why we say government is responsible to the Lok Sabha. ലോക്സഭ സപ്പോർട്ട് പിൻവലിച്ചാൽ മന്ത്രിയെ രാജിവെക്കണം. അടുത്ത കർണാടകത്തിൽ കുമാരസ്വാമി രാജിവെക്കേണ്ടതെന്ന് ആ മജോറിറ്റി നഷ്ടപ്പെട്ടു. എപ്പോൾ മജോറിറ്റി നഷ്ടപ്പെട്ടോ രാജിവെക്കണം. ഗവൺമെൻറ് ഇസ് റെസ്പോൺസിബിൾ ടു ദ ലോക്സഭ. അത് പല ബില്ല് പരാജയപ്പെടുത്തിയാൽ ഗവൺമെൻറ് മജോറിറ്റി ഇല്ലെന്നാകും. അവിശ്വാസം പാസ്സായാൽ ഗവൺമെൻറ് മജോറിറ്റി ഇല്ലെന്നാകും. പലതരത്തിൽ ദിസ് ക്യാൻ ബി ടെസ്റ്റഡ്. ദാറ്റ് ഇസ് വൺ ഇമ്പോർട്ടൻറ്റ് ഏരിയ വേർ ദ ലെജിസ്ലേച്ചർ കൻ കൺട്രോൾ ദി എക്സിക്യൂട്ടീവ്. ബഡ്ജറ്റ് പരാജയപ്പെട്ട ഗവൺമെൻറ് രാജിവെക്കണം. റൂളാണ്. ബഡ്ജറ്റ് പരാജയപ്പെട്ട അതിനർത്ഥം ഗവൺമെൻറ് മജോറിറ്റി ഇല്ല. ഗവൺമെൻറ് ഒരു ബില്ല് പരാജയപ്പെട്ടാൽ മജോറിറ്റി ഇല്ല. അവിശ്വാസം പാസ്സായാൽ മജോറിറ്റി ഇല്ല. ഇതേ സംഭവിച്ചാലും രാജിവെക്കണം. ഇപ്പം 2 കൊല്ലം മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു സിവിൽ സർവീസ് എക്സാമിനേഷൻ. ഈ ക്വസ്റ്റ്യൻ ഇതാണ്: ബഡ്ജറ്റ് ഇൻട്രൊഡ്യൂസ് ബൈ ദ ഫിനാൻസ് മിനിസ്റ്റർ വാസ് ഡിഫീറ്റഡ് ഇൻ ദ ലോക്സഭ. ഇനി എന്ത് സംഭവിക്കും? 1, ഫിനാൻസ് മിനിസ്റ്റർ വിൽ റിസൈൻ. പ്രൈം മിനിസ്റ്റർ മസ്റ്റ് റിസൈൻ. അതിനകത്ത് വേറെ ഒന്നുമില്ല. ഗവൺമെൻറ് മജോറിറ്റി നഷ്ടപ്പെട്ടു. പ്രൈം മിനിസ്റ്റർ ഷുഡ് റിസൈൻ. ഫിനാൻസ് മിനിസ്റ്ററോ അല്ലെങ്കിൽ വേറെ ബഡ്ജറ്റ് ഒന്നും ലഭിക്കാൻ പറ്റില്ല. ഫിനാൻസ് മിനിസ്റ്റർ റിസൈൻ, പ്രൈം മിനിസ്റ്റർ ഹാസ് ടു റിസൈൻ. സോ ഗവൺമെൻറ് ഇസ് റെസ്പോൺസിബിൾ. ആ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ വേറൊരു മാർഗങ്ങളുണ്ട്. പാർലമെൻറ്റ് കൺട്രോൾസ് ദി എക്സിക്യൂട്ടീവ് ത്രൂ ക്വസ്റ്റ്യൻ അവർ. ക്വസ്റ്റ്യൻ അവറിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ക്വസ്റ്റ്യൻ അവർ അതിലെ പ്രധാന ഓർക്കേണ്ടത് സ്റ്റാർഡ് ക്വസ്റ്റ്യൻ വെച്ചാൽ എന്താണ്? സ്റ്റാർഡ് ക്വസ്റ്റ്യൻ റിക്വയർസ് അല്ല, തിരിച്ചുപോയി. സ്റ്റാർഡ് റിക്വയർസ് ഓറൽ ആൻസർ. അങ്ങോട്ട് ഇങ്ങോട്ട് തെറ്റിപ്പോയ മാർക്ക് പോകും. സ്റ്റാർഡ് റിക്വയർസ് ആൻ ഓറൽ ആൻസർ. അൺസ്റ്റാർഡ് റിക്വയർസ് ഉള്ളി റിട്ടൺ ആൻസർ. അപ്പോൾ ഒരു MLA ആ ക്വസ്റ്റിന് അപ്പുറത്ത് ഒരു സ്റ്റാർ മാർക്ക് ഇട്ടാൽ ദാറ്റ് റിക്വയർസ് ഓറൽ ആൻസർ. ഒന്നുമില്ലാത്ത ക്വസ്റ്റ്യൻ കൊടുത്താൽ ആൻസർ മേ ബി പ്ലേസ്ഡ് ഓൺ ദ ടേബിൾ ഓഫ് ദ ഹൗസ്. അതിനാണ് അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ. ദാറ്റ്സ് എ വേ ടു കൺട്രോൾ ദി ഗവൺമെൻറ്. ഗവൺമെൻറ് ഡ്രോബാക്സ് അറിയാനുള്ള മാർഗ്ഗമാണ് ഈ ചോദ്യങ്ങൾ. ദാറ്റ്സ് എ വേ ടു കൺട്രോൾ ദി എക്സിക്യൂട്ടീവ്. Third power is financial. Third power of the parliament is financial. Budget should be passed by the parliament. Every year budget should be passed. Passed by the parliament in the Lok Sabha passakkanam. Budget is to be passed by the Lok Sabha. Every year the budget should be present in the Lok Sabha. Budget can be present only in the Lok Sabha. Budget cannot be present in the Rajya Sabha. Budget ആഴ്ചയിൽ അവതരിപ്പിക്കാൻ പറ്റത്തില്ല. ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. That is a way to control the executive. And we generally say Lok Sabha or the parliament. Nation's purse is controlled by the parliament. Nation's purse is controlled by the parliament. Title purse parliament ilana. Nation's purse is controlled by the parliament. Without the permission of the parliament, we cannot collect even a single paisa. We cannot spend even a single paisa. Or a paisa will collect and self spend anything. Permission of the parliament is required. That is why we say nation's purse is controlled by the parliament. That is why every year the budget should be introduced and budget should be passed. So that is third power, financial power. Fourth power is electoral power. Fourth power is electoral power. Fourth power is electoral power. Electoral power means parliament has the power to elect some important functionaries. Parliament elects some functionaries. ഇപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്നത് പാർലമെൻറ്റ് അസംബ്ലിയും കൂടാണ്. ദാറ്റ് ഇസ് ഇലക്ട്രൽ പവർ. വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്നത് പാർലമെൻറ്റാണ്. ദാറ്റ് ഇസ് ഇലക്ട്രൽ പവർ. സോ ഇന്ത്യൻ പാർലമെൻറ്റ് ഹാസ് ഇലക്ട്രൽ പവർ. ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇലക്ട്രൽ പവർ ഇല്ല. എന്തുകൊണ്ടാണ്? ക്യൂവിനെ എലക്ട് ചെയ്യല്ല. സോ ഇൻ ബ്രിട്ടൻ ദർ ഇസ് നോ ഇലക്ട്രൽ പവർ. ഇന്ത്യൻ പാർലമെൻറ്റ് ഹാസ് ഇലക്ട്രൽ പവർ. ഈ പവർ ഇലക്ട്രൽ മാത്രമല്ല, പവർ റിമൂവ് ഓൾസോ.
President can be impeached before the Parliament. Parliament has the power to remove important functionaries. President can be impeached, Vice President can be removed. So Parliament has the power to elect and Parliament has the power to remove important functionaries. ഇനി അടുത്ത പവർ കോൺസ്റ്റിറ്റ്യൂവന്റ് പവർ. അടുത്ത പവർ കോൺസ്റ്റിറ്റ്യൂവന്റ് പവർ. കോൺസ്റ്റിറ്റ്യൂവന്റ് പവർ എന്ന് വെച്ചാൽ എന്താണ്? അമെൻമെന്റ് പവർ. പവർ ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പാർലമെന്റ് ഹാസ് ദ പവർ ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പാർലമെന്റ് അമെൻഡ് ചെയ്യാനുള്ള അവകാശം പാർലമെന്റിനുണ്ട്. ഇറ്റ് ഹാസ് ദ പവർ ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു കോൺസ്റ്റിറ്റ്യൂഷനും നമുക്ക് സ്റ്റാറ്റിക് ആണ് അങ്ങനെ ഒരു മാറ്റവും വരുത്താതെ ഇരിക്കാൻ പറ്റത്തില്ല. നേരത്തെ ചേഞ്ച് ഷുഡ് ബി ദർ. എല്ലാ പാർലമെന്റിനെയും പറയും എങ്ങനെ അമെൻഡ് ചെയ്യാന്നുള്ളത്. സോ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ പാർലമെന്റ് ഇസ് ഗിവൻ ദ പവർ ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ദാറ്റ് ഇസ് കോൺസ്റ്റിറ്റ്യൂഷൻ പവർ. ലാസ്റ്റ് പവർ ഈസ് വെന്റിലേഷൻ ഓഫ് ഗ്രീവൻസസ്. വെന്റിലേഷൻ ഓഫ് ഗ്രീവൻസസ്. Ventilation of grievances. Ventilation of grievances. Ventilation of grievances. എന്ന് വെച്ചാൽ ഗ്രീവൻസസ് അറിയിക്കുക, ഗവൺമെൻറ് അറിയിക്കാനുള്ള മാർഗമാണ് പാർലമെൻറ്റ്. എങ്ങനെയാണ്? ലോക്സഭ കൂടുന്നു, രാജ്യസഭ കൂടുന്നു, മെമ്പേഴ്സ് വന്ന് പാർലമെൻറ്റ് വന്നിട്ട് മന്ത്രിമാരോട് പറയും ഇതാണ് ജനങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നു, ജനങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല, തൊഴിലില്ല, പ്രൈസ് റൈസ്, ഇതെല്ലാം all these problems for the people are brought before the government through the parliament. Parliament is the forum for this. So parliament, one another major function is ventilation of grievances. All difficulties of the people are brought before the government through parliament. That is another important power. So these are the important powers and functions of Indian parliament. ഇത്തരമാണ് പവറിൻ്റെ പാർലമെൻറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഈ ക്വസ്റ്റ്യൻ അവർ ചോദിക്കാം. ക്വസ്റ്റ്യൻ നമ്പറിന് വേറൊരു വേർഡ് ഉണ്ട്. ഐ തിങ്ക് ഐ മൈറ്റ് ഹാവ് ടോൾഡ് യു. ഇൻ്റർപെലേഷൻ. ഇൻ്റർപെലേഷൻ ക്വസ്റ്റ്യൻ നമ്പറിൻ്റെ ഒരു ടേം ഉണ്ട്, ഇൻ്റർപെലേഷൻ എന്നും പറയും. സെക്രട്ടറിയിലൊക്കെ ഉപയോഗിക്കുന്ന വേർഡ് ഇൻ്റർപെലേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഇൻ്റർപെലേഷൻ. ഇൻ്റർപെലേഷൻ. The question must be sufficiently given, could be given sufficiently in advance. അതുപോലെ ഞാൻ പറഞ്ഞു തോന്നുന്നു, ഒരു ആൻസർ പറയുമ്പം ഒരു സപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻ ക്യാൻ ഓൾസോ ബി ആസ്ഡ്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ആൻഡ് ദ മിനിസ്ട്രി ഈസ് എക്സ്പെക്ടഡ് ടു ഗിവ് ക്ലിയർ ആൻഡ് കറക്റ്റ് ആൻസർ ടു ക്വസ്റ്റ്യൻ. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ. സം ഡേ ദേ മേ ആസ്ക് ക്വസ്റ്റ്യൻ. ഇനി എക്സ്ക്ലൂസീവ് പവേഴ്സ് ഓഫ് രാജ്യസഭ. ഇനി രാജ്യസഭയ്ക്ക് മാത്രമുള്ള സം പവറുണ്ട്. രാജ്യസഭ ഈസ് എ വീക്ക് ചേംബർ, ബട്ട് രാജ്യസഭ ഹാസ് സം എക്സ്ക്ലൂസീവ് പവർ. Some exclusive powers are given to the Rajya Sabha. One important exclusive power of Rajya Sabha, we want to create a new All India service. We want to start a new All India service. First of all, the consent of the Rajya Sabha is required. Rajya Sabha must give consent. Only after that, we can create a new All India service. For All India service, ഒരു question ചോദിക്കുകയാണ്, who can create a new all India service എന്ന് ചോദിച്ചാൽ എന്താ ആൻസർ പറയും? രാജ്യസഭ എന്ന് പറയില്ല. രാജ്യസഭയുടെ പെർമിഷനോടെ ഓൾ ഇന്ത്യ സർവീസ് തുടങ്ങാൻ പറ്റും. ഇത് തുടങ്ങുന്നത് പാർലമെൻറ്റാണ്. സോ ഓൺലി പാർലമെൻറ്റ് ക്യാൻ ക്രിയേറ്റ് എ ന്യൂ ഓൾ ഇന്ത്യ സർവീസ്. ഓൺലി പാർലമെൻറ്റ് ക്യാൻ ക്രിയേറ്റ് എ ന്യൂ ഓൾ ഇന്ത്യ സർവീസ്. പക്ഷേ അത് തുടങ്ങുന്നതിനൊരു സമ്മതം, അതായത് ഒരു ഗ്രീൻ സിഗ്നൽ അല്ലെങ്കിൽ NOC എന്ന് പറയാം, ഞങ്ങൾക്ക് തടസ്സമില്ല. അത് രാജ്യസഭ പറഞ്ഞാൽ പുതിയ ഓൾ ഇന്ത്യ സർവീസ് തുടങ്ങാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ പഠിപ്പിക്കുമ്പം എപ്പോഴും രാജ്യസഭയ്ക്ക് ഒരു കൺസെൻറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആര് ഏത് എക്സാമിനേറ്റ് ചോദിച്ചാലും ഹു ക്യാൻ ക്രിയേറ്റ് ഓൾ ഇന്ത്യ സർവീസ് ചോദിച്ചാൽ രാജ്യസഭ എന്ന് പറയും. പക്ഷേ ദാറ്റ് ഇസ് റോങ്. ഓൺലി പാർലമെൻറ്റ്. പക്ഷേ അതിന് തുടക്കം രാജ്യസഭയുടെ ഒരു NOC. ഇപ്പോൾ എത്ര ഓൾ ഇന്ത്യ സർവീസ് ഉണ്ട്? ഇഫ് യു ആസ്ക് എ ക്വസ്റ്റ്യൻ, ഹൗ മെനി ഓൾ ഇന്ത്യ സർവീസ് ആർ ദെയർ ഇൻ ഇന്ത്യ? യെസ്, എത്ര ഓൾ ഇന്ത്യ സർവീസ്? എത്ര? അത് സെൻട്രൽ സർവീസ് ഉൾപ്പെടെയാണ് 24-25 എന്ന് പറയുന്നത്. എത്ര ഓൾ ഇന്ത്യ സർവീസ് ഉണ്ട്? 3 ഉള്ളൂ. ഓൺലി 3 ഓൾ ഇന്ത്യ സർവീസ്. വി ഹാവ് ഓൺലി 3 ഓൾ ഇന്ത്യ സർവീസ്. ഓൾവേസ് റിമെമ്പർ. ചിലപ്പം ക്വസ്റ്റ്യൻ ചോദിക്കും, ഹൗ മെനി ഓൾ ഇന്ത്യ സർവീസ് ആർ ദ? ഓൺലി 3. IAS, IPS ഇന്ത്യൻ പോലീസ് സർവീസ് ആൻഡ് IFS ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. 3 സർവീസാണ് ഓൾ ഇന്ത്യ സർവീസ് ഇപ്പോൾ ഉള്ളത്. പറയാം. അപ്പം ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അല്ല ഫോറസ്റ്റ്, IFS ഓൾ ഇന്ത്യ സർവീസ് പറയും ഫോറസ്റ്റാണ്. ഫോറിൻ സർവീസ് സെൻട്രൽ സർവീസാണ്. അപ്പോൾ എപ്പോഴും ഒരേ പേര് വരുന്നതുകൊണ്ട് ഇന്ത്യൻ പോലീസ് സർവീസും ഉണ്ട്, പോസ്റ്റൽ സർവീസും ഉണ്ട്.
പോസ്റ്റ് സർവീസ് കേന്ദ്രത്തിൻ്റെ മാത്രമാണ്. പോലീസ് സർവീസ് ഓൾ ഇന്ത്യ സർവീസ്. അപ്പോൾ 3 ഓൾ ഇന്ത്യ സർവീസേ ഉള്ളൂ. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. അതേ സമയത്ത് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എത്ര ഓൾ ഇന്ത്യ സർവീസ് മെൻഷൻ ചെയ്യുന്നു? കോൺസ്റ്റിറ്റ്യൂഷനകത്തും 3 ഓൾ ഇന്ത്യ സർവീസാണ്. പക്ഷേ ഇത് 3 അല്ല, ഒരു ചെറിയ മാറ്റമുണ്ട്. ഭരണഘടനയ്ക്കകത്ത് ഏതൊക്കെ ഓൾ ഇന്ത്യ സർവീസ് മെൻഷൻ ചെയ്യുന്നു? IAS, IPS ആൻഡ് IJS, ഇന്ത്യൻ ജുഡീഷ്യൽ സർവീസ്. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കാൻ എഴുതി വെച്ചിട്ടുണ്ട്. IJS അപ്പോൾ ഉള്ള സർവീസ് IAS, IPS ആൻഡ് IFSഉം. ഭരണഘടന പറയുന്നത് IAS, IPS ആൻഡ് IJS. IJS വി ഹാവ് നോട്ട് സോ ഫാർ സ്റ്റാർട്ടഡ്. ജഡ്ജിമാരെയൊക്കെ അപ്പോയിൻ്റ് ചെയ്യാൻ IJS വേണമെന്ന് പറഞ്ഞു. ഇതുവരെ തുടങ്ങിയിട്ടില്ല, വേണമെങ്കിൽ തുടങ്ങാം. അപ്പോൾ 3 സർവീസേ ഭരണഘടന എഴുതിയിട്ടുള്ളൂ, IAS, IPS ആൻഡ് IJS. പ്രാബല്യത്തിലുള്ളത് IAS, IPS ആൻഡ് IFS. IAS, IPS 47 തുടങ്ങി, IFS 64-65 തുടങ്ങി, അങ്ങ് 3 സർവീസ്. ബാക്കി സർവീസ് എല്ലാം സെൻട്രൽ സർവീസാണ്. ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ്, ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ്, ഇങ്ങനെ കുറേ സർവീസുണ്ട്. അത് സെൻട്രൽ സർവീസ് പറയുന്നത് അവർ സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് IRS ഓഫീസർ, IAS ഓഫീസർ, അവരെല്ലാം കേന്ദ്രത്തിന് കീഴിൽ വർക്ക് ചെയ്യുന്നുള്ളൂ, സ്റ്റേറ്റിന് കീഴിൽ വർക്ക് ചെയ്യുന്നില്ല. ഇന്ത്യൻ ഫോറിൻ സർവീസ് അംബാസിഡർമാരും ഡിപ്ലോമാറ്റ്സ് അവർ കേന്ദ്രത്തിന് കീഴിൽ വർക്ക് ചെയ്യും. അതിനാണ് സെൻട്രൽ സർവീസ് പറയുന്നത്. ഓൾ ഇന്ത്യ എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ കീഴിലും സ്റ്റേറ്റിൻ്റെ കീഴിലും വർക്ക് ചെയ്യും. അവരാണ് ഓൾ ഇന്ത്യ സർവീസ്. 3 സർവീസേ ഉള്ളൂ, IAS, IPS ആൻഡ് IFS, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. 3 പേരും. ഇപ്പോൾ IAS ഓഫീസർ കേരളത്തിൽ വർക്ക് ചെയ്യും, കുറച്ച് നാൾ കേന്ദ്രത്തിൽ പോകും, കേന്ദ്രത്തിൽ പോയിട്ട് കുറച്ച് നാൾ എഴുതി വീണ്ടും തിരിച്ചു വരും. ഇങ്ങനെ സർവീസ് ചെയ്യുന്നത് ഈ 3 സർവീസുകാരെ അറിയുന്നത് ഓൾ ഇന്ത്യ സർവീസാണ്. അതെപ്പോഴും അത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം രാജ്യസഭ ഭരണം ഞങ്ങൾക്ക് വിരോധമില്ല. എന്താണ് ഈ രാജ്യസഭയ്ക്ക് പെർമിഷൻ കൊടുക്കുക, പവർ കൊടുത്തിരിക്കുന്നത്? ഒരു പുതിയ ഓൾ ഇന്ത്യ സർവീസ് തന്നാൽ സ്റ്റേറ്റിൻ്റെ പവർ എഫക്റ്റ് ചെയ്യും. IAS കേരളം പറയുന്ന എല്ലാ മന്ത്രിമാർ പറയുന്നത് കേൾക്കണമെന്നില്ല. IAS കുറച്ചുകൂടെ സ്വാതന്ത്ര്യമുണ്ട്, കുറച്ചുകൂടെ അധികാരമുണ്ട്. ചില IAS റിപ്പോർട്ടിൽ മന്ത്രിസ്ഥാനം വരെ പോയിട്ടുണ്ട് ചിലരുടെ, മനസ്സിലായിട്ടില്ലേ? അതെന്ന് വെച്ചാൽ IAS, IPS കുറച്ചുകൂടെ ഇൻഡിപെൻഡൻസ് ഉണ്ട്. കേരളത്തിൽ പ്രശ്നം വന്നാൽ നേരെ കേന്ദ്രത്തിലേക്ക് പോകാം. ഇവിടുത്തെ മന്ത്രിയായിട്ട് വഴക്കാണെങ്കിൽ നേരെ ഡൽഹിയിലേക്ക് റെപ്യൂട്ട് ഈ മന്ത്രി മാറിയിട്ട് ഇങ്ങോട്ട് വരുന്നുള്ളൂ പറഞ്ഞാൽ അങ്ങോട്ടങ്ങ് പോവാം. അപ്പോൾ അവർക്ക് അങ്ങനൊരു പ്രൊവിഷൻ ഉണ്ട്. കേരള ഗവൺമെൻറ് സർവീസാണ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഇരുന്ന് പറ്റുമ്പോൾ അവർ കൂടുതൽ ആക്ഷൻ എടുക്കാം. IAS, IPS ആക്ഷൻ എടുക്കുന്നതിനൊക്കെ ചില റിസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പം ഒരു പുതിയ ഓൾ ഇന്ത്യ സർവീസ് വന്നാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ എഫക്റ്റ് ചെയ്യും. സ്റ്റേറ്റ് ഗവൺമെൻറ് എഫക്റ്റ് ചെയ്തുകൊണ്ട് രാജ്യസഭ ഭരണം സ്റ്റേറ്റിന് വിരോധമില്ല എങ്കിൽ മാത്രമേ പുതിയ ഓൾ ഇന്ത്യ സർവീസ് തുടങ്ങാൻ പറ്റൂ. ദാറ്റ് ഇസ് വൈ വി സേ രാജ്യസഭ മസ്റ്റ് ഗീവ് കൺസെന്റ്, that is a green signal, NOC. Then only Parliament can create a new old service. Parliament old service create ചെയ്യാൻ പറ്റുള്ളൂ. First of all you must get to that is an exclusive power given to the Rajya Sabha. അപ്പോൾ ചിലപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാം, who is the father of all India services? ആരെയാണ് ഓൾ ഇന്ത്യ സർവീസിൻ്റെ ഫാദറായിട്ട് അറിയപ്പെടുന്നത്? 2 സർവീസ് ചോദിക്കാം. ഒന്ന് ICS, ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഫാദർ ആര്? അനദർ ഓൾ ഇന്ത്യ സർവീസിൻ്റെ ICSന്റെ ഫാദർ ആരാ? ലോർഡ് കോൺവാലിസ്. ICS ഇന്ത്യൻ സിവിൽ സർവീസ് ഫാദർ ലോർഡ് കോൺവാലിസ്, അയാളാണ് തുടങ്ങി വെച്ചത് ICS. ഇവിടെ ഇന്ത്യൻ IAS ആൻഡ് IPS തുടങ്ങി വെച്ചത് അതിൻ്റെ ആരുടെ ഇതിലാണ്? പട്ടേൽ. അതുകൊണ്ട് സർദാർ പട്ടേൽ ഈസ് കോൾഡ് ഫാദർ ഓഫ് ഓൾ ഇന്ത്യ സർവീസസ്. ഫാദർ ഓഫ് ഓൾ ഇന്ത്യ സർവീസ് ചോദിച്ചാൽ പട്ടേലാണ്. അത് അക്കാഡമിയാണ്. ഈ IAS ട്രെയിനിങ് കൊടുത്ത അക്കാഡമി ലാൽ ബഹദൂർ ശാസ്ത്രി. അല്ലല്ല, ഇതിനൊക്കെ മുമ്പ് 47 നമ്മൾ IAS ഒക്കെ തുടങ്ങി കഴിഞ്ഞു. അപ്പം ലാൽ ബഹദൂർ ശാസ്ത്രി അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നേ ഉള്ളൂ. പോലീസുകാർ ട്രെയിനിങ് സർദാർ പട്ടേൽ അക്കാഡമി എന്ന് പറയുന്നേ ഉള്ളൂ. പക്ഷേ IAS തുടങ്ങാൻ കാരണം സർദാർ പട്ടേലാണ്.